പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. ഒരു സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പൈനാപ്പിൾ പച്ചടിക്കായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലേക്ക് 200 ഗ്രാം പഴുത്ത പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതി, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അധികം പുളിയില്ലാത്ത പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അതുപോലെ തന്നെ പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ട് ഈ ഒരു കറി തയ്യാറാക്കുമ്പോഴാണ് കറി നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടയാതെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ഗ്ലാസ് വെള്ളത്തിൽ പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം തേങ്ങ ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചത് ചേർത്തിട്ട് പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് തുറന്ന് വെച്ചതിന് വേവിക്കുമ്പോഴേക്കും തേങ്ങയുടെ മിക്സ് എല്ലാം നന്നായി വെന്ത് കിട്ടിക്കോളും. ഇവിടെ ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് തേങ്ങയെല്ലാം നന്നായി തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീഡിയം പുളിയിലുള്ള 1 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കറി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പുളി കൂടിയ തൈരും തീരെ പുളി കുറഞ്ഞ തൈരും ഒഴിവാക്കിയിട്ട് മീഡിയം പുളിയിലുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. തൈര് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും മൺചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് തൈര് ആവശ്യത്തിനൊന്ന് തിളച്ച് വെന്ത് പാകമായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് കൊടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് ഒട്ടും തന്നെ കൂടാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഉലുവ കൂടി പൊട്ടിക്കിട്ടിയാൽ 2 വറ്റൽമുളക് ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 8-10 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിക്ക് നല്ലൊരു ഭംഗിക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കറി ഒന്ന് തണുത്ത് കുറുകി കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.